മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്ഥാപിച്ച 30 അടി വലിപ്പമുള്ള ഭീമൻ സാന്താക്ലോസ് ശ്രദ്ധേയമായി. പാഴ്വസ്തുക്കളും ചിതൽപുറ്റുകളും കൊണ്ട് നിർമ്മിച്ച അതിമനോഹരവുമായ പുൽക്കൂടും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മലപ്പുറം ജില്ലയിലെ തന്നെ ഇതുവരെയുള്ള ഏറ്റവും വലിപ്പം കൂടിയ സാന്താക്ലോസ് ആണിത്. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. 30 അടി വലിപ്പമുള്ള സാന്താക്ലോസ് കോളേജ് കവാടത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ തന്നെ ഇതുവരെയുള്ള ഏറ്റവും വലിപ്പം കൂടിയ സാന്താക്ലോസ് ആണിത്. പാഴ്വസ്തുക്കളും ചിതൽപുറ്റുകളും കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ പുൽക്കൂടും ഒരുക്കി കഴിഞ്ഞു. 25 വരെ ആഘോഷം നീണ്ടുനിൽക്കും. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ലാസർ പുത്തൂർ കണ്ടത്തിൽ, കോളേജ് ബർസർ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ, PRO സാബു പൊന്മേലിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ദേവാലയങ്ങളിൽ വലിപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ തലയെടുപ്പോടെ വാനോളം ഉയർന്നു നിൽക്കുന്ന ഭീമൻ സാന്താക്ലോസ് ഒരുക്കിയാണ് ഫാത്തിമ കോളേജ് ഇക്കുറി വ്യത്യസ്തത കാഴ്ചവെച്ചിരിക്കുന്നത്. പാഴ്വസ്തുക്കളും ചിതൽപുറ്റും കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടിന്റെ ഭാഗമായാണ് സാന്താക്ലോസും ഇടം തേടിയിട്ടുള്ളത്. പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ സഹകരണത്തോടെയാണ് തലയെടുപ്പോടെ നിൽക്കുന്ന സാന്താക്ലോസും പുൽക്കൂടും ഒരുക്കിയിട്ടുള്ളത്. ഭീമൻ സാന്താക്ലോസിന്റെ പിന്നിലെ ആശയത്തിനെ പറ്റി കോളേജ് ബർസർ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ ഷെക്കിനായ് ന്യൂസിനോട് പ്രതികരിച്ചു. 2024 ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമായിട്ട് ആഘോഷിക്കുവാനാണ് ഫാത്തിമ കുടുംബം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി 30 അടി നീളമുള്ള സാന്താക്ലോസിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഉദ്ദേശിച്ചതുപോലെ തന്നെ ഭംഗിയായപ്പോൾ മറ്റൊരു ആശയം വന്നു. ഏറ്റവും ലളിതമായ തുച്ഛമായ ചെലവിൽ ഒരു മനോഹരമായ പുൽക്കൂട് ഉണ്ടാക്കണമെന്നും നിർദ്ദേശം വന്നു. അതിൻ്റെ ഭാഗമായി ഈ കാണുന്ന പുൽക്കൂട് വെറും 1800 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണ്. നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായി ക്രിബ് സെറ്റ് അടക്കം 1800 രൂപയ്ക്ക് ഈ ഒരു പുൽക്കൂട് നിർമ്മിച്ചുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് അവശിഷ്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൗതുകരവും ആകർഷണീയമായിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കാമെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതിന് നമ്മുടെ ഓഫീസ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും ഒന്നുചേർന്ന് പരിശ്രമിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂട് ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് ആഘോഷം ഫാത്തിമ കുടുംബത്തിന് വളരെ വ്യത്യസ്തമായിട്ട് മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു ആഘോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒത്തിരിയേറെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾക്ക് കരോൾ ഗാനങ്ങളോടും കേക്ക് മുറിച്ചുമാണ് തുടക്കമായത്. പ്രിൻസിപ്പൽ ഫാദർ ലാസർ പുത്തൂർ കണ്ടത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകി. സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ്. സ്വർഗപിതാവ് തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് നൽകുമ്പോൾ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി ഉണ്ണിയേശു മാറുകയാണ്. ക്രിസ്മസിൽ നാം നോക്കുമ്പോൾ എല്ലാം ഓരോ സമ്മാനങ്ങളായിട്ടാണ് ലഭിക്കുക. ആട്ടിടയന്മാർക്ക് ഉണ്ണീശോ ഒരു സമ്മാനമായിരുന്നു. ഉണ്ണീശോയ്ക്ക് രാജാക്കന്മാർ സമ്മാനങ്ങളുമായിട്ടാണ് കടന്നു വന്നത്. ക്രിസ്മസിൻ്റെ പ്രതീകങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സാന്താക്ലോസ് സമ്മാനങ്ങൾ വാരി വിതറിയാണ് കടന്നുപോയത്. എവിടെയൊക്കെ ദുഃഖമുണ്ടോ, നിരാശയുണ്ടോ, വേദനയുണ്ടോ, അവിടെയെല്ലാം ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി കൂടെ നടക്കുന്ന ഒരു ദൈവസാന്നിധ്യമാണ് ക്രിസ്മസ്. ദൈവപിതാവ് ലോകത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ ഈ സുദിനത്തിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഫാത്തിമ കോളേജ് ഫാമിലി ഒന്നുചേരുകയാണ്. നിലമ്പൂർ മേഖലയിൽ ഇക്കുറി വ്യത്യസ്ത പരിപാടികളോടുകൂടിയുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ഷെക്കിനായ് ന്യൂസ്, മലപ്പുറം.